ഇനി ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾക്കൊരു വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൗണ്ട് മാർക്ക് ചെയ്തു. എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഞങ്ങൾ ഇതിലേക്കൊരു നല്ലോണം ഇസ്ത്രിയിട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ചാലും ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ മാർക്കിങ് ചോക്കിൽ ഇതുപോലെ മാർക്കായിട്ട് ലൈന് വരച്ചു കൊടുത്താലും നല്ലതാണ്. അതുപോലെ നമുക്ക് സെൻറ്ററായിട്ടുള്ളൊരു ലൈന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. മടക്കിയിട്ട് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് മടക്കി കൊടുക്കാൻ, ചീത്ത വശത്തിൽ നിന്ന് നല്ല വശത്തിലേക്ക് ഈ ഡിസൈന് പോലെ കണ്ടിട്ട് മടക്കി കൊടുക്കാനാണ് ഇതുപോലെ സൈഡിൽ അടിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടക്കിയിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് സൈഡൊന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ നെക്കിലേക്ക് ചെയ്യാം. അതിന് ശേഷം ഞങ്ങൾ ഇത് നെക്കിൻ്റെ പീസ് എടുത്തോ. ഇനി ഞങ്ങൾ എടുക്കാനുള്ളത് പട്ടയാണ്. ഫ്രണ്ടും ബാക്കും ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു പട്ടയിലേക്ക് ഒരു വെക്കാനുള്ള പീസ് എടുക്കുന്നതാണ്. അത് 2.5 ഇഞ്ച് ലെന്ത് 2.5 ഇഞ്ചാണ്. വീതി 22 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 24 ഇഞ്ചാണ്. 24 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇവിടെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 പീസ് വേണം നമുക്ക്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ഈസി വേ ആണ് നമുക്ക് കട്ടിങ് ചെയ്യാനുള്ളത്. ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെ കട്ട് കൊടുക്കാം. ഫസ്റ്റ് ലൈന് നമ്മുടെ ഫസ്റ്റ് പീസ് ലെവലുണ്ടായാൽ രണ്ടാമത് ഇങ്ങനെ മടക്കി കൊടുത്താൽ അതേ അളവിൽ ഞങ്ങൾക്ക് കട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിൻ്റെത് പുറത്ത് കാണുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതാണ്. പോലെ മടക്കി കൊടുത്ത് ഞങ്ങൾ കട്ട് ചെയ്തു. ഇനി ഇതിനെ 2 ആക്കി എടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകാം. ഈ ലൈൻ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ളൊരു മെത്തഡാണിത്. ഇനി നമുക്ക് കയറെടുക്കാനുണ്ട്. കയറെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കയർ നമ്മൾ 44 ഇഞ്ചിൻ്റെ ലെന്തുള്ള കയറെടുക്കണം. അപ്പോൾ ഇതിൽ ഉള്ളത് 26 ഇഞ്ചും നമ്മൾ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കയർ ഇതാണ്. നമ്മുടെ ഈ കഫ്താനിൻ്റെ പീസിൻ്റെ കളറാണ്. അപ്പോൾ ഇതും ഒന്നിച്ചിട്ട് 44 എടുക്കുന്നതാണ്. ഇത് 26 ഇഞ്ചുണ്ട്. ഇത് 41 ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് 2 ഉള്ളിലേക്ക് കൂട്ടി കൊടുക്കാൻ ഉണ്ടായാൽ മതി നമുക്ക്. അപ്പോൾ ഇത് 41 ഉണ്ട് ഈ തുണി. ഇതിലേക്ക് കൂട്ടിയിട്ട് ഒരു 10 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പീസ് കട്ട് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് എടുക്കാൻ കറക്റ്റായിട്ട് വരും. 2 ഇഞ്ചിൻ്റെ പീസ് മതിയാവും കയറെടുക്കാൻ. ഇതുപോലെ ഇത് ജോയിൻ ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്യാം.